Hi students, welcome back. Motion in straight line എന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ഐഡിയകളാണ് മെക്കാനിക്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്. അതൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. വളരെ സിമ്പിൾ ഐഡിയ ആണത്. ഡെഫിനിഷൻ വൈസ് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി and displacement is the shortest distance between initial point and final point. Okay, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുകയും ദെൻ അവരെ കുറിച്ച് ബേസിക്കലി പറയുന്ന ചില ഡിഫറൻസുകൾ, മാഗ്നിറ്റ്യൂഡ് വൈസ് ആരാണ് വലുത് ചെറുത്, സ്കാലാർ വെക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഇവർക്ക് എങ്ങനെ മനസ്സിലാക്കണം, ഓക്കെ, റേഷ്യോ എടുക്കുമ്പോഴുള്ള ആ ഒരു വാല്യൂ, ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എടുക്കുമ്പോൾ അതെങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ പോസിറ്റീവും നെഗറ്റീവും സീറോയും വന്നു, ഡിസ്റ്റൻസ് എന്തുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ന്യൂമറിക്കൽസ് ആണ്, പ്രോബ്ലംസ്. ഓക്കെ, എപ്പോഴും നമ്മുടെ ഒരു കോൺസെപ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കോൺസെപ്റ്റ് മാത്രമായിട്ട് പഠിക്കാൻ പറ്റില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് പ്രോബ്ലം ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന്റെ പല കാറ്റഗറി ക്വസ്റ്റ്യൻസ് പറയാൻ പോകും. അതിന്റെ ബേസിൽ നിന്ന് തുടങ്ങി ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് മുതൽ കുറച്ചൊരു ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ സെയിം കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് കേരള സ്കൂൾ ബോർഡ് എക്സാമിന് ചോദിക്കാം, CBSE ബോർഡിന് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാം, മെഡിക്കൽ എക്സാം പോലെയുള്ള എക്സാമുകൾക്ക് ഓവറായിട്ട് ന്യൂമറിക്കൽ ഇല്ലാത്ത നല്ല കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേസമയം JEE ലെവലിലേക്ക് പോകുമ്പോഴേക്ക് കോൺസെപ്റ്റും നല്ല ന്യൂമറിക്കലും വേണ്ട തരത്തിലുള്ള ഒരു ലെവൽ ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിൽ ചോദിക്കാവുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആദ്യം പരിചയപ്പെടാം. ഒരു സ്ക്വയർ പാത്ത്, സ്ക്വയർ ആയിട്ടുള്ളൊരു വഴി, അതിൽ A എന്നൊരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ബിയിലേക്ക്. സ്ക്വയർ ആണ്, എക്സാക്ട്ലി ദിസ് ഈസ് എ സ്ക്വയർ. ദെൻ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നു സിയിലേക്ക്, ദെൻ റിട്ടേൺ ടു ഡി, ദെൻ അഗൈൻ മൂവ് ടുവാർഡ്സ് എ, ആൻഡ് ദി സൈഡ് ലെങ്ത് ഈസ് ഗിവൺ 1 meter. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. An object starts from A along this square path. ഓരോ സമയത്തും അത് പല പോയിന്റ്സിൽ എത്തുന്നുണ്ട്, ഫൈനലി അത് റിട്ടേൺ ചെയ്ത് എയിൽ തന്നെയും വരുന്നുണ്ട്. ഓരോ സെക്ഷനിലുമുള്ള ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എത്ര, ഇതാണ് നമുക്ക് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഫ്രം A to B, ഫ്രം A to B, വാട്ട് ഈസ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? A to B, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. A to B, സൈഡ് ലെങ്ത് 1 ആണ്, അപ്പൊ എല്ലാ സൈഡും 1 ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ. So A to B, that is a straight line motion, so distance is 1 meter. A to B, the displacement is also 1 meter. കാരണം സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ദൂരം അത്ര തന്നെയായിരിക്കും. Then A to C, അതായത് ബോഡി ബിയിൽ പോയിട്ട് സിയിലേക്ക് കേട്ടോ, A to B to C. Okay, what is distance? Total length of path. Total length of path എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 1 meter ഉണ്ട്, താഴേക്കും 1 meter ഉണ്ട്, so totally it is 2 meter. Then what is displacement? That is the shortest distance between initial and final point. Distance കാണുമ്പോൾ ഇങ്ങോട്ടും മെഷർ ചെയ്യണം, ഇങ്ങോട്ടും ആ പാത്ത് മുഴുവൻ അളക്കണം. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. സോ ഷോർട്ടസ്റ്റ് ഈസ് ദിസ് ഡയഗണൽ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡയഗണൽ വരയ്ക്കണം. അത് പൈതഗോറസ് തിയറം വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് 1 meter, ദിസ് ഈസ് 1 meter, സോ ദിസ് വിൽ ബി റൂട്ട് ഓഫ് 1 square പ്ലസ് 1 square, ദാറ്റ് ഈസ് റൂട്ട് 2 meter. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. Ready? Then A to B to C to D. Okay, A to B to then C to then D. What is total distance? Distance നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം, 1 plus 1 plus 1, totally 3 meter. 3 meter. What is displacement? വളഞ്ഞൊന്നും നോക്കരുത്, സ്റ്റാർട്ടിങ് ഇവിടെ, എൻഡ് ഇവിടെ. ഓക്കെ, ഷോർട്ടസ്റ്റ് മീൻസ് ദിസ് സൈഡ് ലെങ്ത് ഈസ് 1 meter. Got it? A to A, return A to A, ഇങ്ങനെ കറങ്ങി അടിച്ച് എയിൽ തന്നെ തിരിച്ചു വന്നു. ടോട്ടൽ ഡിസ്റ്റൻസ്, സോ 4 സൈഡ്സും ആഡ് ചെയ്യണം, 1 plus 1 plus 1 plus 1, totally 4 meter. And displacement is 0. How 0?
സ്റ്റാർട്ടിംഗ് പോയിന്റ് എ, ഫൈനൽ പോയിന്റ് എ, അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ ആൻസർ ഇസ് 0. ഇത് നോർമലി നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു നോർമൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ ബോഡി മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് എന്നാണ്. ഒരു സർക്കുലർ ട്രാക്ക്. ഓക്കെ, ഒരു അത്ലറ്റ് റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു സർക്കിൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെ ഒരു അത്ലറ്റ് ഓടുകയാണ്, ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. അങ്ങനൊരു പാത്താണിത്. ഇറ്റ്സ് റേഡിയസ് ഈസ് ആർ. എ എന്നൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ പല പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ടു ബി, ദെൻ ബി ടു സി, സി ടു ഡി, ഡി ടു എ, അങ്ങനെ 4 ക്വാഡ്രന്റ്സ് ആയിട്ട് അതിനങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ വീണ്ടും നമുക്ക് ഓരോ സിറ്റുവേഷൻസിലെയും ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഫസ്റ്റ് ഫ്രം എ ടു ബി, എ ടു ബി, വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പോയ ഈ വഴി കംപ്ലീറ്റ് മെഷർ ചെയ്യണം അല്ലെ. സർക്കിളിന്റെ ഈ ഒരു പോർഷൻ സർക്കുലർ പോർഷനാണ്. ആ പാത്താണ് മെഷർ ചെയ്യേണ്ടത്. ലെങ്ത് ഓഫ് പാത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ ആ പാത്ത് തന്നെ മെഷർ ചെയ്യണം. അതെങ്ങനെയാ മെഷർ ചെയ്യാം? യെസ്, കുറച്ച് പേർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു സർക്കിളിന്റെ ടോട്ടൽ പാത്ത് എത്രയാ? ടോട്ടൽ ലെങ്ത് എത്രയാ ഒരു സർക്കിളിന്റെ? R റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. അതിന്റെ ഈ ടോട്ടൽ സർക്കംഫറൻസ് ലെങ്ത് 2πr. അപ്പോൾ ആ 2πrന്റെ 1/4 അല്ലേ ഇത് എ മുതൽ ബി വരെ? അങ്ങനെ വേണം ആലോചിക്കാൻ. സോ ഡിസ്റ്റൻസ് ഈസ് 2πr into 1/4. ടോട്ടൽ 2πr, അതിന്റെ കാൽഭാഗം 1/4. 2 and 4 കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നു ദാറ്റ് ഈസ് πr/2. Okay, that is distance. What about displacement? Displacement from A to B, shortest distance from A to B, shortest. അപ്പോൾ ഷോർട്ടസ്റ്റ് നമ്മൾ വരച്ചു നോക്കണം. അങ്ങനെ ഒരു ലൈൻ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് എവിടാ നോക്കുക, എൻഡ് എവിടാ നോക്കുക, സ്കെയിൽ എടുത്തിട്ട് അത് രണ്ടും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ആ ലൈനാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ, that will be displacement. അതെങ്ങനെ കിട്ടും? അത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഡയഗ്രത്തിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ വരച്ചാൽ അത് റേഡിയസ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചാൽ അതും റേഡിയസ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയോ? അഗൈൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തോടെ. This is r, this is r, so this will be root of r square plus r square, root of 2r square, root 2r. റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ആയിപ്പോ റൂട്ട് 2 അങ്ങനെ തന്നെ എഴുതുകയും ചെയ്യാം. കാൽക്കുലേഷൻ മനസ്സിലാവുന്നില്ലേ? പ്രശ്നമുണ്ടോ? എഴുതി നോക്കണം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് റൂട്ട് 2r. എ ടു ബി കഴിഞ്ഞു. അടുത്തത് എ ടു സി, ഇങ്ങനെ വളഞ്ഞ് സിയിലെത്തി. എ ടു സി ഡിസ്റ്റൻസ് ഇൻഫോ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. എത്രയായിരിക്കും? ടോട്ടലിന്റെ ഹാഫ് അല്ലേ? ടോട്ടൽ ലെങ്ത് 2πr ആണെന്ന് നമുക്കറിയാം. 2πrന്റെ ഹാഫ് അപ്പൊ πr. 2πrന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ πr. അപ്പൊ ഡിസ്റ്റൻസ് πr. ഡിസ്പ്ലേസ്മെന്റ് എളുപ്പത്തിൽ പറയാൻ പറ്റില്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു സി, എയിൽ നിന്ന് സിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ ഡയമീറ്റർ അല്ലേ എന്ന് വെച്ചാൽ 2r അല്ലേ? റേഡിയസിന്റെ ഡബിൾ r plus r 2r. അത് കുഴപ്പമില്ലല്ലോ. എ ടു ഡി, യെസ്, അടുത്തതാണ് എ ടു ഡി. തെറ്റാൻ സാധ്യതയുള്ള അടുത്തൊരു വാല്യൂ ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എത്തി. എത്രയായിരിക്കും ഡിസ്റ്റൻസ്? സർക്കിൾ കംപ്ലീറ്റ് ആയോ? ഇല്ല. സർക്കിൾ കംപ്ലീറ്റ് ആയാൽ 2πr ആണ് നമുക്കറിയാം. ഇതിപ്പോ സർക്കിളിന്റെ 3/4 പാർട്ടായി, മുക്കാൽ ഭാഗമായി എന്ന് പറയാം. ഒരു സർക്കിളിന്റെ 3/4, സർക്കിളിന്റെ ടോട്ടൽ 2πr. അപ്പോൾ 2πrന്റെ 3/4. ഓക്കെ, 2πr എന്ന ടോട്ടലിന്റെ മുക്കാൽ ഭാഗം. അപ്പൊ എത്ര ഉണ്ടാവും? 2 and 4 കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും. സോ ആൻസർ ഈസ് 3πr/2. 3πr/2. 2 ഉം 4 കട്ടുകൾ by 2.
വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് എ ടു ഡി? അപ്പൊ ഇങ്ങനെ കറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ബട്ട് നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? സ്കെയിൽ എടുക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുക, ഫൈനൽ പോയിന്റ് നോക്കുക, സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്, സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ കിട്ടി. എന്തായിരിക്കും പറഞ്ഞൂടെ? ഇത് കണ്ടുപിടിച്ച് അതേ ലെങ്ത് അല്ലേ എവിടെയും കിട്ടുക? ഇങ്ങനെ തന്നെ പൈതഗോറസ് തിയറം വരയ്ക്കാം. സോ അഗൈൻ √2r ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഫൈനലി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എത്തുന്നു. ഡിസ്റ്റൻസ് യെസ് 2πr. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് ഗുഡ് 0. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. CBSE ബോർഡിന് ഇങ്ങനത്തെ എക്സാം ചോദിക്കാം, കേരള ബോർഡിനും ചോദിക്കാറുണ്ട്, എൻട്രൻസിനൊക്കെ പല തവണ ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഒരു ലെവലും കൂടെ കൂട്ടി 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയൊക്കെ പല കേസുകളും നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ വരുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് വരുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും? യെസ്, പറയൂ ആൻസർ. 2 എന്ന് പറയുന്ന കുറച്ച് പേര് അല്ലേ? 2. ശരിയാണല്ലോ. അവിടെ √2r, ഇവിടെ √2r. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 2 തവണ ഒരേ വാല്യൂ വന്നില്ലേ? അപ്പൊ 2 അല്ല, ഇൻഫിനിറ്റ്. ദാറ്റ് ഇസ് ദി ആൻസർ. ഇതാണ് ഇൻഫിനിറ്റ്. അതെങ്ങനെ? ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ കാണാത്ത പോയിന്റുകൾ ഇവിടെ ഇല്ലേ? ബോഡി ഒരു സമയത്ത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി വിചാരിച്ചു. ദെൻ ആ ബോഡി ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി വിചാരിച്ചു. ഓക്കെ, ABCD, ഇത് E, ഇത് F. ഇയിലേക്ക് ഒരു ലൈൻ വരച്ചാലും Fലേക്ക് ലൈൻ വരച്ചാലും ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈക്വൽ വാല്യൂള്ള വേറെ 2 ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയോ? ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ എത്ര തവണ വരയ്ക്കാൻ പറ്റും? പറയാൻ പറ്റില്ല. ഒരുപാട് വരയ്ക്കാൻ പറ്റും. ഓരോ പോയിന്റിനും വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയും ഇൻഫിനിറ്റ് ടൈംസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതേസമയം കൺസിഡറിങ് ഡിസ്പ്ലേസ്മെന്റ് ആസ് എ വെക്റ്റർ, IITക്കൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും? കൺസിഡറിങ് ഡിസ്പ്ലേസ്മെന്റ് ആസ് എ വെക്റ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്ന ഒരേ ഡിസ്പ്ലേസ്മെന്റുകൾ കിട്ടുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ടാകും? ഒരേ ഡിസ്പ്ലേസ്മെന്റുകൾ ഒരു തവണ മാത്രമേ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് വരില്ല. ബൈ കൺസിഡറിങ് എ വെക്റ്റർ. അതായത് ബൈ കൺസിഡറിങ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഇപ്പം നോക്കുന്നു, √2r എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, വീണ്ടും √2r എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ബട്ട് വെക്റ്റർ വൈസ് നോക്കുമ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല, മാഗ്നിറ്റ്യൂഡ് ഈക്വലാ. ബട്ട് നേരത്തെ പറഞ്ഞ √2rന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ A to B, അടുത്ത √2rന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ A to D. മാഗ്നിറ്റ്യൂഡ് സെയിം ആയി, ബട്ട് ഡയറക്ഷൻ മാറിപ്പോയി. അതുകൊണ്ട് അവർ സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുന്ന ഇൻഫിനിറ്റ് കേസ് നമ്മൾ പറഞ്ഞു. ബട്ട് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുന്ന ഇൻഫിനിറ്റ് കേസിലും ഡയറക്ഷൻ ഈക്വൽ അല്ല. അതുകൊണ്ട് ബൈ കൺസിഡറിങ് എ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഈക്വൽ വാല്യൂസ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഒരു വാല്യൂ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഞാനൊന്ന് കാണിക്കാം. 1-2 തവണ എക്സാമിൽ നിന്ന് ചോദിച്ചതാണ്. കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. IIT ക്വസ്റ്റ്യൻ ആണ്. പിക്ചറിൽ കാണുന്നത് ഒരു റിംഗ് ആണ്. ഒരു റിംഗ്. ഓക്കെ, ആ റിംഗ് ഒരു സർഫേസിലൂടെ റോൾ ചെയ്ത് ഉരുണ്ടുരുണ്ട് മുന്നോട്ട് പോവാം. റേഡിയസ് വന്നിട്ടുണ്ടാവും R എന്നാണ് ഇതിന്റെ റേഡിയസ്. ചോദിക്കുകയാണ്, ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് അത് റോൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നേരത്തെ ഇവിടെ ഈ റിങ്ങിന്റെ ഒരു പോയിന്റ് ആ സർഫേസിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. P റിങ്ങിൽ ഒരു പോയിന്റ് ആണത്. അത് നമ്മൾ നിലത്ത് മുട്ടി നിൽക്കുകയാണ്. പകുതി കറങ്ങി റിങ് മുന്നോട്ട് പോയാൽ
പി എന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോയിന്റ് പി ആഫ്റ്റർ എ ഹാഫ് റൊട്ടേഷൻ അലോങ് ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞാൽ പി എന്ന പോയിന്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്ര? തരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞത് മുന്നോട്ടെത്തി ഇവിടെ എത്തി എന്ന് വിചാരിച്ചോ. ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞാൽ കറക്റ്റ് ഹാഫ് റൊട്ടേഷൻ ആണെങ്കിൽ ഈ പോയിന്റ് എവിടെ ഉണ്ടാവും? അവിടെ തന്നെയാ? അല്ലാലോ, ഈ പോയിന്റ് ഇങ്ങനെ കറക്റ്റ് കറങ്ങി നേരെ മുകളിലെത്തിയിട്ടുണ്ടാവില്ലേ? അതല്ലേ പകുതി കറക്കം. പകുതി കറങ്ങിയപ്പോഴേക്ക് ഈ പോയിന്റ് കറങ്ങി ഇവിടെ എത്തി. ഒന്നും കൂടി കറങ്ങിയത് ഇവിടെ തന്നെ എത്തുമായിരുന്നു ഒരു കംപ്ലീറ്റ് കറക്കം കഴിഞ്ഞാൽ. അതോടൊപ്പം അത് മുന്നോട്ട് പോവുകയും ചെയ്തു, കാരണം കറങ്ങി റോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഇവിടെ, ഫൈനൽ പോയിന്റ് ഇവിടെ. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അതെങ്ങനെ കിട്ടും? അത് കിട്ടാൻ നമുക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കൂ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കൂ. ഇങ്ങനെയാണ്. ഇതെത്രയാ? ഇത് ഡയമീറ്റർ 2r അല്ലേ? 2r. ഇതെത്ര ഉണ്ടാവും? അതൊരു ഹാഫ് റൊട്ടേഷൻ കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിപ്പോയ ദൂരമല്ലേ? ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ πr അല്ലേ ഉണ്ടാവുക? കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത് 2πr ആയിരിക്കും. അപ്പൊ ഹാഫ് റൊട്ടേഷന്റെ ലെങ്ത് πr. അപ്പൊ ഈ ട്രയാങ്കിളിൽ ഇത് πr, ഇത് 2r. അഗൈൻ ബൈ പൈതഗോറസ് തിയറം ദിസ് സൈഡ് വിൽ ബി റൂട്ട് ഓഫ് 2r the whole square plus πr the whole square. അപ്പോൾ ഈ r സ്ക്വയർ എന്ന് പറയുന്ന കോമൺ ടേം പുറത്തേക്ക് എടുക്കാം. r ഇൻറ്റു റൂട്ട് ഓഫ് 4 പ്ലസ് പൈ സ്ക്വയർ. ഓപ്ഷൻ ഉണ്ടാവും. അപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. പറയുമ്പോൾ അതും എന്ത് തന്നെയാ? ക്വസ്റ്റ്യൻ അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തന്നെ ഇങ്ങനെ പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് പറയാനുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തത്. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. വായിച്ച് മാത്രം പോവരുത്, കണ്ടു മാത്രം പോവരുത്. പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കണം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.